നമസ്കാരം. സ്മാർട്ട് വർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാണ്ടി പോകുന്നത് കേരള PSC പരീക്ഷ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ള സിലബസിലുള്ള പ്രധാനപ്പെട്ട ഒരു സെക്ഷനായ കേരളത്തിലെ മുന്നേറ്റങ്ങളാണ് നമ്മളിന്ന് പഠിക്കാണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേദ PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊള്ളുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തിരുന്ന ഇന്ന് തന്നെ അതിനകത്ത് മോക്ക് ടെസ്റ്റും വീഡിയോ ക്ലാസ്സുകളും ഒക്കെ കണ്ടുകൊള്ളുക. ഓക്കെ, നമുക്കപ്പം കേരളത്തിലെ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട PSC ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം. ഏറ്റവും ആദ്യമായിട്ട് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലായിരുന്നു അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലായിരുന്നു അഞ്ചുതെങ്ങ് കലാപം നടന്നത്. നടന്ന വർഷം 1697. കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു അറിയാവോ? കുരുമുളകിന്റെ കുത്തക വ്യാപാരം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കൊണ്ടായിരുന്നു അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അധികാരം കൊടുത്തത് ആരാന്നറിയാവോ? ആറ്റിങ്ങൽ റാണിയായിരുന്നു. അതുപോലെ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 കേട്ടോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്താണെന്നറിയാവോ? 1721 ഏപ്രിൽ മാസം 15 ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം നടന്ന ഒരു ഉടമ്പടിയുണ്ട്. കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്താണെന്നറിയാവോ? 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച രാജാവ് ആരെന്നറിയാവോ? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഓർത്തു വെച്ചോനെ. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുണ്ടറ വിളംബരത്തെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലൂർ തമ്പിദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയത് എന്താണെന്നറിയാവോ? 1809 ജനുവരി മാസം 11 കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ഏതെന്നറിയാവോ? കൊല്ലം ജില്ലയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ. ഓർത്തു വെച്ചാണ്. കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ഏതാണ്? കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ. കുറിച്യർ ലഹള നടന്ന വർഷം എന്നാണെന്നറിയാവോ? 1812 കേട്ടോ. കുറിച്യർ ലഹള നടന്നത് എവിടെയാണെന്നറിയാവോ? വയനാട്ടിലാണ് കേട്ടോ. കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നറിയാവോ? ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ ലഹളയ്ക്ക് കാരണമായത് കേട്ടോ. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു അറിയാവോ? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നായിരുന്നു കുറിച്യർ ലഹളയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അടുത്തായിട്ട് നമുക്ക് പഠിക്കണം ചാന്നാർ ലഹളയെ കുറിച്ചാണ് കേട്ടോ. ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണെന്നറിയാവോ? 1859 ചാന്നാർ ലഹള നടന്നത് കേട്ടോ. ഈ ചാന്നാർ ലഹളയെ നമ്മൾ മേൽമുണ്ട് സമരം, അതുപോലെ മാറുമറയ്ക്കൽ സമരം എന്നിങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള. ഓർത്തു വെച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആരെന്നറിയാവോ? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആരെന്നറിയാവോ? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഇതൊന്ന് വീഡിയോ ശ്രദ്ധാപൂർവം ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ നമ്മുടെ വേദ PSC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. നന്ദി, നമസ്കാരം.